Hi friends, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ ആണ്. നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ്. അതായത് നമ്മൾ ഇന്ന് ചെയ്യുന്നത് മസാല മാഗി നൂഡിൽസ് ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ സാധാരണ ചെയ്യാറ് ഇപ്പോൾ ഈ മാഗിയിലുള്ള പാക്കറ്റ് വെള്ളത്തിൽ പൊട്ടിച്ചൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് പിന്നെ മാഗി ഇട്ടാണ് ചെയ്യാറ്. പക്ഷെ നമ്മളിന്ന് അങ്ങനെയല്ല ഉണ്ടാക്കുന്നത്. നമ്മൾ കുറച്ച് വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒണിയൻ, പിന്നെ കുറച്ച് ക്യാരറ്റ്, പിന്നെ ടൊമാറ്റോ, ക്യാപ്സിക്കം, പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് കുറച്ച് ഗ്രീൻ പീസാണ്. ഇപ്പോൾ ഗ്രീൻ പീസ് ഇത് നമ്മൾ ഫ്രോസൺ ഗ്രീൻ പീസ് അല്ല, സാധാ ഗ്രീൻ പീസാണ്. അപ്പോൾ നമ്മളിതൊന്ന് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അല്ലാഞ്ഞാൽ അത് എന്തായാലും വേവില്ല, ഭയങ്കര കട്ടിയായിരിക്കും. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ കുക്കിങ്ങിലേക്ക് പോയാലോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വെൽക്കം ബാക്ക് ടു ട്രാവൽ പോട്ട്. ഇപ്പോൾ നമുക്ക് നമ്മുടെ പാന് ചൂടാക്കാം ആദ്യം. അപ്പോൾ പാനൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമുക്കിനി കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സാധാരണ നമ്മൾ മാഗി ഉണ്ടാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ ഒഴിക്കാറില്ല, നമ്മൾ ഓയിലാണ് ഇത് ചെയ്തെടുക്കാറ്. നമുക്ക് നമ്മുടെ ഉള്ളിയും പച്ചക്കറിയൊക്കെ ഒന്ന് വാട്ടണം. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള ഓയിൽ നമ്മൾ ഒഴിക്കണം. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് കൊണ്ട് ചുഴറ്റി കറക്റ്റാക്കി കൊടുക്കാം. സാധാ പാം ഓയിലാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം നമ്മുടെ സവാള ഒന്ന് വാട്ടിയെടുക്കാം. സവാള നീളത്തിലല്ല അരിഞ്ഞിട്ടുള്ളത്, ചെറുതായിട്ട് നമ്മൾ ഓംലെറ്റൊക്കെ അരിയുന്ന പോലെ കുറച്ച് ചോപ്പ് ചെയ്ത് അരിഞ്ഞെടുത്താണ് കേട്ടോ. ചോപ്പറിലിട്ട് അരിഞ്ഞതല്ല, കൈ കൊണ്ട് തന്നെ അരിഞ്ഞെടുത്താണ്. നമുക്ക് ശകല ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് മതി. അത് നമ്മൾ കുറച്ച് ഉപ്പിടാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാഗി മസാലയിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഈ സവാള ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ഇത്തിരി ഉപ്പ്, കുറച്ച് ഉപ്പ് മതി. നമുക്ക് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഉള്ളി ഒന്ന് കുറച്ച് വാടി വരണം. ഉള്ളി വാടുക എന്ന് പറഞ്ഞാൽ നമ്മൾ കറിക്ക് അല്ലെങ്കിൽ നമ്മൾ റോസ്റ്റ് ഒന്നും ഉണ്ടാക്കുന്ന അത്രയും വാടേണ്ട ആവശ്യമില്ല. എന്നാൽ കുറച്ച് ഉള്ളി ഒന്ന് വാടി വരണം, ചെറിയൊരു കളർ ചേഞ്ച് ഉള്ളിക്ക് വരണം. അല്ല കഴിഞ്ഞാൽ അതങ്ങനെ പച്ച കടിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉള്ളി ഒന്ന് ചെറുതായിട്ട് വാട്ടിയെടുക്കുന്നത്. അപ്പോൾ ഉള്ളി ഒന്ന് ചെറുതായിട്ട് വാടി വരുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്യാരറ്റും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും പിന്നെ അതേപോലെ തന്നെ നമ്മൾ നേരത്തെ കുറച്ച് കുക്ക് ചെയ്ത് വെച്ച നമ്മുടെ ഗ്രീൻ പീസും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മുടെ ക്യാരറ്റും സവാളയും ഗ്രീൻ പീസും കൂടെ ഒന്നുകൂടെ ഒന്ന് വാടി വരട്ടെ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ അത് അടി പിടിച്ച് കരിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഫ്ലെയിം കുറച്ച് വെക്കാം. ഇതൊന്ന് വേവട്ടെ. അപ്പോൾ നമ്മൾ സാധാരണ കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ നല്ലോണം വാട്ടിയെടുക്കുമല്ലോ. പക്ഷെ ഇത് നൂഡിൽസ് ആകുമ്പോൾ അതൊക്കെ കുറച്ച് ഇങ്ങനെ കടിക്കണം, നമ്മുടെ ക്യാരറ്റൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വല്ലാണ്ട് വാട്ടിയെടുക്കാത്തത്. എന്നാലും ഇതൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മളെ സവാളയും ക്യാരറ്റൊക്കെ കുറച്ച് വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ആഡ് ചെയ്യാം. ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ, ചെറിയ തക്കാളി എടുത്തിട്ടുള്ളൂ കേട്ടോ. നമുക്ക് തക്കാളി ഒന്ന് വാട്ടിയെടുക്കാം. തക്കാളി വെച്ചാൽ നമ്മൾ കറിക്ക് വാട്ടുന്ന പോലെ നല്ലോണം സോഫ്റ്റായിട്ട് വാടണ്ട, ചെറുതായിട്ട് തക്കാളി അതിൽ കാണണം. അപ്പോൾ ആ ഒരു റേഞ്ചിൽ നമ്മൾ വാട്ടിയെടുത്താൽ മതി. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉള്ളിൻ്റെ കൂടെ തക്കാളി ഇട്ട് കഴിഞ്ഞാൽ തക്കാളി പച്ച വാടിപ്പോകും. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാം ഇട്ട് അവസാനം നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുന്നത്. തക്കാളിയും കൂടി ഇതിൻ്റെ കൂടെ കിടന്നിട്ടൊന്ന് വാടി സെറ്റാവട്ടെ. പിന്നെ കുറച്ച് നേരം കൂടി നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം.
നല്ല മണം വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മളെ പച്ചക്കറിയൊക്കെ ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം അറിയാം, നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കാം. നമുക്ക് ഇത്രയാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. 1/2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടി. ഇത്രയാണ് നമ്മൾ എക്സ്ട്രാ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്ന മസാല. ഇനി മസാലേൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വേവിക്കാം. മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുത്തിട്ട് മസാലേൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ ഒഴിച്ച ഓയിൽ ഏകദേശം പച്ചക്കറികളെല്ലാം വലിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമണമൊക്കെ പോയി, മസാലയൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 2 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ. ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരണം. അപ്പോൾ ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഫ്ലെയിം കൂട്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്കൊന്ന് മൂടി വെക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഓക്കെ, അപ്പോൾ ഇതൊരു 6 പാക്കാണ്, 6 ഉണ്ടാവും ഇതിനകത്ത്. പക്ഷെ നമ്മളിത് മൊത്തം യൂസ് ചെയ്യുന്നില്ല. പകരം നമ്മളിതിന് പകുതി എണ്ണയെ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അതായത് നമ്മളിപ്പോൾ 3 മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതൊന്ന് തിളച്ച് വരുന്നുണ്ട്. നമുക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. ആ പച്ചക്കറിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു വെജ് സൂപ്പിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, എന്തായാലും ഒന്ന് തിളക്കട്ടെ. അപ്പോൾ നമുക്കിനി തുറക്കാം. ഇപ്പോൾ നന്നായിട്ട് തിളക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഓരോ ക്യൂബുകളായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിതൊന്ന് ചെറുതായിട്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ട്, കാരണം ഇതിനകത്ത് എല്ലാം കൂടെ കൊള്ളണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത്. ഇതിപ്പോൾ എങ്ങനെ ബലത്തിൽ നിൽക്കുന്നുണ്ടെങ്കിലും ഇതൊന്നിട്ട് ബോയിലാകുമ്പോൾ അത് ലൂസായിക്കോളും കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം കുറവാണ്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെള്ളം കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിളച്ച വെള്ളമല്ല ഒഴിച്ചിട്ടുള്ളത്, പച്ചവെള്ളമാണ്. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് ചൂട് കുറവുണ്ടാവും ഇപ്പോൾ. അപ്പോൾ അതൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഒന്ന് തിളക്കട്ടെ. നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം നെക്സ്റ്റ്. യെസ്, നമ്മുടെ മാഗിയൊക്കെ നന്നായിട്ട് ലൂസായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയാൽ നല്ല കളർഫുള്ളായിട്ട്. അപ്പോൾ നമ്മുടെ മാഗിയും നമ്മുടെ പച്ചക്കറിയും വെള്ളവും ഏകദേശമൊക്കെ ടൈറ്റായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ സമയത്താണ് നമ്മൾ മാഗീൻ്റെ ടേസ്റ്റ് മേക്കർ ഇനി ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് മേക്കർ ഒഴിച്ചു കൊടുക്കാൻ എടുത്തത്. അപ്പോൾ ഞാൻ 3 ക്യൂബ് എടുത്തുകൊണ്ട് തന്നെ 3 ഞാൻ ഇതെടുത്തിട്ടുള്ളത്. ഓക്കെ, സ്റ്റീം കയറുന്ന സമയത്ത് ഇതിനകത്ത് കട്ട പിടിച്ച് നിൽക്കാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. അതുകൊണ്ടാണ് സ്റ്റീം കട്ടുന്ന സമയത്ത് അതിൻ്റെ ചാടാത്തത്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. എവിടെ ഇത് കട്ട പിടിച്ച് നിൽക്കാൻ പാടില്ല, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് ഏകദേശം ഇതൊരു കുറച്ച് വെള്ളവും എല്ലാം കൂടെ ഉള്ള ഒരു പരുവത്തിലാണ് ഇപ്പോൾ ഇത് നിൽക്കുന്നത്. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സൂപ്പി നൂഡിൽസ് ആയിട്ട് യൂസ് ചെയ്യുക, ഇങ്ങനെ വെള്ളം പച്ച വറ്റിക്കാണ്ട്. അല്ലെങ്കിൽ നമ്മൾ വെള്ളം പച്ച വറ്റിക്കാൻ പറ്റില്ല. വെള്ളം പച്ച വറ്റിച്ചാലുള്ള പ്രശ്നം, നമ്മൾ ഒരേ സമയത്ത് എല്ലാം കഴിച്ച് തീർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പച്ച വറ്റിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇത് ടൈറ്റായി കേക്ക് പോലെ പിന്നെ നമ്മൾ മുറിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ കുറച്ച് വെള്ളത്തോട് നമ്മൾ ചെയ്യുന്നത് നല്ലത്. അത് സെർവ് ചെയ്യുമ്പോൾ അതങ്ങോട്ട് വലിഞ്ഞു പോവും ആ വെള്ളം. അപ്പോൾ മാഗി ഏകദേശമൊക്കെ വെന്തിട്ടുണ്ട്, എന്നാലും കുറച്ചും കൂടെ ഒന്നാണ്ട് ടൈറ്റ് ആവട്ടെ. കാരണം ഇതിപ്പോൾ ഏകദേശം ഒരു സൂപ്പി നൂഡിൽസിൻ്റെ ഒരു
ലുക്കിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, ഉപ്പിൻ്റെ കുറവോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഇതിൻ്റെ ഈ ഒരു മസാല. ഓക്കെ, പെർഫെക്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചധികം ക്യാപ്സിക്കം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ക്യാപ്സിക്കം മാത്രമല്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ടേസ്റ്റ് കൂട്ടുന്ന കുറച്ച് സംഭവങ്ങളാണ് മല്ലിയിലയും ക്യാപ്സിക്കം ഒക്കെ. പിന്നെ ഇത് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കട്ടെ. ഇപ്പോൾ ക്യാപ്സിക്കം ഒന്ന് അതിൻ്റെ ഒരു പച്ച ചോയ ഒന്ന് ആ ഒരു പച്ച ടേസ്റ്റ് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളിതിന് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ നൂഡിൽസിൻ്റെ ആ ഒരു ഹീറ്റിൽ കടന്നിട്ടേ അതൊന്ന് വാടിക്കോളും. അതിൽ ആ ക്യാപ്സിക്കനെ കടിക്കുമ്പോഴാണ് ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ നമുക്ക്. നമ്മുടെ മസാല മാഗി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ മസാല മാഗി നമുക്ക് സെർവ് ചെയ്യാം. അപ്പം നമ്മുടെ മസാല മാഗി നൂഡിൽസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും പറ്റുന്ന റെസിപ്പിയാണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വിശന്നിരിക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ ഒരു മാഗി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റ് നല്ല കിടിലൻ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.